എല്ലാ കുട്ടികൾക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ A+ നേടാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ. പൊതുവെ കുട്ടികളെല്ലാം പറയുന്നത് ചില കുട്ടികൾക്ക് ഫിസിക്സ് പ്രശ്നമാണ്, കെമിസ്ട്രി പ്രശ്നമാണ്, ബയോളജി പ്രശ്നമാണ്, മാത്സ് പണ്ടേ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് A+ നേടിത്തരാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഈ ഒരു സീരീസ് നടത്തുന്നത്. ഈ സീരീസിൻ്റെ പേര് ഫുൾ A+ ലക്ഷ്യം സീരീസ് എന്നാണ്. ഈ ലക്ഷ്യം എന്ന് പറയുന്ന സീരീസിലൂടെ ഒരു ചാപ്റ്ററിലെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് വിട്ടുപോകാതെ എല്ലാം അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരിക. ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് എടുക്കാൻ പോണത്. വളരെ സിമ്പിളായിട്ട് സാറ് പഠിപ്പിച്ചു തരും. ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീരൂല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മളൊരു 3 പാർട്ടായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ 3 ക്ലാസ്സും കണ്ടാൽ ഞാൻ ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ ഏത് നിലവാരത്തിലുള്ളൊരു കുട്ടിയാണെങ്കിലും 100% നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിരിക്കും. ഇത് 100% ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു വഴിയുണ്ട്, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഈ ചാപ്റ്റർ നന്നായിട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പോകണം. ഈ ചാപ്റ്ററിൻ്റെ 3 പാർട്ടും കണ്ടു കഴിയുന്ന ഒരു കുട്ടി ഗംഭീരമായി ഓർഗാനിക് കെമിസ്ട്രിയിലെ മാർക്ക് സ്കോർ ചെയ്തിരിക്കും. ഇതെൻ്റെ ഉറപ്പാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി. നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ് അല്ലേ? മലയാളത്തിൽ എന്താ പറയുക? മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പട്ടികയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളിനകത്ത് 1ാം സ്ഥാനത്ത് ആരാണ്? ഹൈഡ്രജനാണ്. 6ാം സ്ഥാനത്ത് ഏത് എലമെന്റ് ആണുള്ളത്? കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണുള്ളത്. ഈ കാർബൺ എന്ന് പറയുന്ന എലമെന്റിനെയും കാർബൺ അടങ്ങുന്ന കോമ്പൗണ്ടുകളെയും, പ്രത്യേകിച്ച് കാർബൺ അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിനെയും കാർബൺ കോമ്പൗണ്ടുകളെയും കുറിച്ച് പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി that deals with the study of carbon and carbon compounds അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ്. കാർബണിനെയും കാർബൺ ഉള്ള കോമ്പൗണ്ടുകളെയും കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഹൈഡ്രജനെ കുറിച്ച് ഇങ്ങനെ പഠിക്കണോ? ഇങ്ങനെ ഹൈഡ്രജനെ കുറിച്ചുള്ള പഠനത്തിന് ഇതുപോലെ പേരുണ്ടോ? അലൂമിനിയത്തെ കുറിച്ച് പഠിക്കുന്നതിന് ഇതുപോലത്തെ പേരുണ്ടോ? കാർബണിന് എന്ന് മാത്രം എന്തിനാ ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം? കാർബണിനെ കുറിച്ച് പഠിക്കുന്നതിന്, കാർബണിന്റെ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നതിന് എന്തിനാ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പ്രത്യേക ബ്രാഞ്ച് ഉണ്ടാക്കാൻ കാരണം? നമ്മുടെ ഈ പ്രകൃതിയിൽ, നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതലായി കോമ്പൗണ്ടുകളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളും കാർബൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോമ്പൗണ്ടുകളാണ്. മിക്കവാറും കോമ്പൗണ്ടുകളിൽ കാർബൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പെട്രോൾ എടുത്താൽ, അപ്പോൾ പെട്രോളിയം പ്രോഡക്റ്റ്, പെട്രോൾ എടുത്താൽ, ഡീസൽ എടുത്താൽ, മണ്ണെണ്ണ എടുത്താൽ, വാക്സ് എടുത്താൽ, ഫാറ്റ് എടുത്താൽ, ഓയിൽ എടുത്താൽ, ഫുഡ് എടുത്താൽ, മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ, പോളിമർ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കുകൾ എടുത്താൽ, ഇതിനകത്ത് എല്ലാത്തിലും കാർബൺ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, ഫ്യുവൽ, ഇതിനകത്തെല്ലാം എന്തുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി കാർബൺ. സോ കാർബണിനെയും കാർബണുള്ള കോമ്പൗണ്ടുകളെയും കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. ക്ലിയർ ആണേ? ഇനി നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് അറിയാമോ? കാർബണിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് ആദ്യം കാർബണിൻ്റെ സിമ്പൽ പഠിക്കാം. മക്കളെ, ഇത് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങാം. കാർബണിൻ്റെ സിമ്പൽ C എന്നാണ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 എന്ന് വെച്ചാൽ അർത്ഥം കാർബണിൽ 6 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ്. 6 ഇലക്ട്രോൺ ആണ് കാർബണിലുള്ളത്. കാർബണിൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണ്. ഇത് കാർബണിൻ്റെ ന്യൂക്ലിയസ് ആണ്. കാർബണിൻ്റെ ന്യൂക്ലിയസ്, കാർബണിൻ്റെ 1ാമത്തെ ഷെല്ല്, കാർബണിൻ്റെ 2ാമത്തെ ഷെല്ല്. കാർബണിൽ 2 ഷെല്ലുകൾ ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. കാർബണിൽ മൊത്തം 6 ഇലക്ട്രോൺ ആണുള്ളത്. ഈ 6 ഇലക്ട്രോണിനെ നമുക്കൊന്ന് കാണാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ആദ്യത്തെ ഷെല്ലിൻ്റെ പേരാണ് K ഷെല്ല്, അവിടെ 2 ഇലക്ട്രോൺ.
രണ്ടാമത്തെ ഷെല്ല് 1, 2, 3, 4 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിന്റെ പേരാണ് എൽ ഷെൽ, അവിടെ 4 ഇലക്ട്രോൺ. അങ്ങനെ ടോട്ടൽ 6 ഇലക്ട്രോൺ ആണ് കാർബണിനുള്ളത്. കാർബണിന്റെ ഒന്നാമത്തെ ഷെല്ല് ഫില്ലാണ്, രണ്ടാമത്തെ ഷെല്ല് ഫില്ല് അല്ല. ഇവിടെയാണ് പ്രശ്നം. അപ്പം കാർബണിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4. ഈ ഇലക്ട്രോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. വാലൻസ് ഇലക്ട്രോൺസ്. കാർബണിലെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 4 ആണ്. കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺ കാർബണിൽ 4 എണ്ണമുണ്ട്. ഈ 2 എണ്ണം നമ്മൾ ഒരിടത്തും പറയൂല. കാരണം എന്ന് പറഞ്ഞാൽ ആ 2 ഫില്ലാണ്, ഒന്നാമത്തെ ഷെല്ല് ഫില്ലാണ്. അപ്പൊ അതിനെപ്പോഴെപ്പോഴും നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളത് നമ്മൾ എപ്പോഴും പറയും. കാരണം അവിടെയാണ് പ്രശ്നം. അവിടെ 8 ഇലക്ട്രോൺ വേണം, എങ്കിലേ ഒക്റ്ററ്റ് എന്ന് വെച്ചാൽ അഷ്ടകം പൂർത്തിയാവും. അഷ്ടകം പൂർത്തിയാകണമെങ്കിൽ, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാർബണിന്റെ രണ്ടാമത്തെ ഷെല്ല് എൽ എന്ന് പറയുന്ന ഷെല്ലിൽ 4 ഇലക്ട്രോൺ വേണം. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സിനിമ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. കാർബണിന്റെ രണ്ടാമത്തെ ഷെല്ലിലാണ്, എന്ന് വെച്ചാൽ വാലൻസ് ഷെൽ, അവസാനത്തെ ഷെല്ലിനെ വാലൻസ് ഷെൽ എന്ന് പറയും. അപ്പം കാർബണിന്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിനെ എന്ത് പറയും? സംയോജക ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും. ആ ഇലക്ട്രോണുകളുടെ എണ്ണം 1, 2, 3, 4 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ 8 വന്നാലേ ഈ ഒരു ഷെല്ലിനകത്ത്, ഇവിടെ ഇതിന്റെ കാർബണിന്റെ ചുറ്റും 8 വന്നാലേ കാർബണിന് സ്റ്റേബിൾ ആകാൻ കഴിയൂ. ഓക്കെ. അപ്പൊ കാർബണിനെ സ്റ്റേബിൾ ആക്കാൻ കാർബൺ എന്ത് ചെയ്യണം? പീരിയോഡിക് ടേബിളിലുള്ള മറ്റുള്ള എലമെന്റുകളുമായി കമ്പൈൻ ചെയ്യണം. പീരിയോഡിക് ടേബിളിലുള്ള മറ്റുള്ള എലമെന്റുകളിൽ കാർബണിന് വേഗത്തിലും കാർബണിന് അഫിനിറ്റി, താല്പര്യം കൂടുതലും ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിനോടാണ്. കാർബണിന് വേഗത്തിലും കാർബണിന് പെട്ടെന്നും റിയാക്ട് ചെയ്യാനുള്ള അഫിനിറ്റി കൂടിയ എലമെന്റ് ആണ് ഹൈഡ്രജൻ. എന്തുകൊണ്ടാ? ഹൈഡ്രജന് ഭാരം കുറവാണ്, ഹൈഡ്രജൻ വളരെ ചെറുതാണ്. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ കൂടി വിളിച്ചുകൊണ്ട് വരികയാണ്. ഹൈഡ്രജനെ കുറിച്ച് പറയാം. ഹൈഡ്രജൻ ദാ ഇവിടെ വരുന്നു, കാർബണിന്റെ തൊട്ടടുത്തേക്ക് വരുന്നു. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജന്റെ ചിത്രം കൂടി നമുക്കിവിടെ വരയ്ക്കാം. ഇതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 ഇലക്ട്രോൺ ആണ് ഹൈഡ്രജനുള്ളത്. ഞാനൊരു ക്രോസ്, ഒരു ഡോട്ട് ഇട്ടാണ് ഇത് വരച്ച് കാണിക്കുന്നത്. കണ്ടോ? ഇവിടെ ഹൈഡ്രജന്റെ ഈ ഷെല്ല് ഇവൻ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ഓവർലാപ്പ് ചെയ്ത് 1 ഇലക്ട്രോണിനെ കൂടെ ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നു. അപ്പൊ ഹൈഡ്രജനിൽ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ഇലക്ട്രോൺ ആയി? 2 ഇലക്ട്രോൺ ആയി ഹൈഡ്രജനിൽ. കണ്ടോ? ഇവിടെ അടുത്ത ഹൈഡ്രജൻ വരുന്നു, 1 ഇലക്ട്രോൺ ഹൈഡ്രജനിലുണ്ട്. ആ ഇലക്ട്രോണിനെ ഇവൻ ഓവർലാപ്പ് ചെയ്യുന്നു. ഹൈഡ്രജനിലെ 1 ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ല് ഏതാ? കെ ഷെൽ. കെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? പറ. 2 ഇലക്ട്രോൺ വേണ്ടേ? 1 ഇലക്ട്രോൺ കാർബണിൽ വന്ന് അവൻ ഷെയർ ചെയ്തു. ഇനി ഇവിടെയും ഹൈഡ്രജൻ ദാ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് 1 ഇലക്ട്രോണിനെ ദാ കാർബണിൽ നിന്ന് ഷെയർ ചെയ്യുന്നു. താഴെയും ഒരു ഹൈഡ്രജൻ വന്നു, 1 ഇലക്ട്രോണിനെ ഇവിടെ വന്ന് ഷെയർ ചെയ്തു. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു കാർബൺ 4 ഹൈഡ്രജന് ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ കൊടുത്തു. ഏത് ഇലക്ട്രോണാ ഷെയർ ചെയ്യാൻ കൊടുത്തത്? വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ കൊടുത്തു. അപ്പൊ ഒരു കാർബണിന് 4 ഇലക്ട്രോണിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞു. ഒരു കാർബണിന് 4 ഹൈഡ്രജന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിഞ്ഞു. കാർബൺ എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാർബണിന് എന്തെങ്കിലും ഒരു ലാഭം കിട്ടും. കാർബണിന് കിട്ടുന്ന ലാഭം എന്താണ് എന്ന് ചോദിച്ചാൽ, കാർബൺ അതിന് ചുറ്റുമുള്ള എല്ലാ ഹൈഡ്രജനിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ വീതം അവനും അങ്ങ് ഷെയർ ചെയ്യും. അതായത് കാർബണിന്റെ എൽ ഷെല്ലുണ്ടല്ലോ, അതിൽ 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അതല്ലേ നമ്മൾ 4 മഞ്ഞ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ആ ഷെല്ലിനെ കുറെ കൂടി വലുതാക്കി 4 ഹൈഡ്രജനിൽ നിന്നും ഇലക്ട്രോൺ കിട്ടത്തക്ക രീതിയിൽ അവനെ ഒന്ന് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കാർബണിന് 4 ഹൈഡ്രജനുമായി ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ കാർബൺ അറ്റ് ദ സെന്റർ, കാർബണിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. കാർബണിന്റെ ചുറ്റും 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. കാർബൺ ഒക്റ്ററ്റ് ആയി. അപ്പൊ ഒരു കാർബണിന് ഒക്റ്ററ്റ് ആക്കാൻ എത്ര ഹൈഡ്രജൻ വേണം? 4 ഹൈഡ്രജൻ വേണം.
മക്കളെ കാർബണിനെ ഒക്ടറ്റിലേക്ക് കൊണ്ടുവരാൻ 4 ഹൈഡ്രജൻ വേണം. അപ്പൊ കാർബൺ 4 ഹൈഡ്രജനുമായി ചേരും ഒരു കാർബൺ എന്ന് പഠിക്കണം. ഒരു കുട്ടി മനസ്സിലാക്കണം. ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലെ കുട്ടി അതിൻ്റെ 50 ഇരട്ടി മടങ്ങ് മനസ്സിലാക്കിയെടുത്തോണം. ഇത് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസാണ്. നിങ്ങൾ യൂട്യൂബിൽ എവിടെ പരതിയാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ക്ലാസ് കാണാൻ കഴിയില്ല. 50Kയും 100Kയും ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള വേറെ ക്ലാസ്സുകളുണ്ടാവും. പക്ഷേ ഈ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആകും എന്ന് ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കെമിസ്ട്രിയിലൊരു പൊട്ടനാണെന്നിരിക്കട്ടെ, ഒന്നും അറിയത്തില്ല എന്നിരിക്കട്ടെ, നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. അതാണ് എൻ്റെ വാശി. ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സാറിനെ പറ്റുള്ളൂ. 25 ഇയേഴ്സായി കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയും, നിങ്ങൾ താല്പര്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം ഒരു ആഗ്രഹം വേണം. ഞാൻ പറയുന്നു, ഒരു കാർബണിന് 4 ഹൈഡ്രജനെ സ്റ്റേബിളാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ കാർബൺ, ഈ സെൻറ്ററിലെ കാർബൺ. ഈ കാർബണിൻ്റെ വലതുവശത്ത് 2 ഇലക്ട്രോൺ കാണാം. 2 ഇലക്ട്രോണിന് പകരം ഞാൻ ഒരു വര വരയ്ക്കും. അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതും വരച്ചു. അപ്പം ഞാൻ ഈ ഹൈഡ്രജനെയും ഈ 2 ഇലക്ട്രോണിനെയാണ് ഇങ്ങനെ ഒറ്റ വരയിൽ കാണിച്ചത്. ഇനി മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹൈഡ്രജനെ കാണാം, അവിടെ 2 ഇലക്ട്രോണിനെയും കാണാം. ഇടതുവശത്ത് നമുക്കിവിടെ അതേപോലെ കാണാം, കണ്ടോ? താഴെയും അതേപോലെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. കാർബണിൻ്റെ വലതുവശത്തുള്ള ഈ 2 ഇലക്ട്രോണിനെ ഞാൻ ഇവിടെ ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. കാർബണിൻ്റെ താഴെയുള്ള ഈ 2 ഇലക്ട്രോണുകളെ ഞാൻ ഇവിടെ ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. കാർബണിൻ്റെ ഇടതുവശത്തുള്ള ഈ 2 ഇലക്ട്രോണിനെയും ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. കാർബണിൻ്റെ മുകളിലുള്ള ഈ 2 ഇലക്ട്രോണിനെയും ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. അതായത് ഒരു വര എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. അതിൽ ഒരു ഇലക്ട്രോണ് ലെഫ്റ്റിലുള്ള എലമെൻറ്റിൻ്റേതും ഒരു ഇലക്ട്രോണ് റൈറ്റിലുള്ള എലമെൻറ്റിൻ്റേതുമാണ്. ഒരു ഇലക്ട്രോൺ ഈ കാണുന്ന വരയിൽ ഒന്ന് കാർബണിൻ്റേതും ഒന്ന് ഹൈഡ്രജൻ്റേതുമാണ്. ഈ കാണുന്ന ഈ വരയിൽ ഒന്ന് കാർബണിൻ്റേതും ഒന്ന് ഹൈഡ്രജൻ്റേതുമാണ്. എന്താ സാറ് പറഞ്ഞു വരുന്നത്? ഓരോ വരയിലും കാണപ്പെടുന്ന 2 ഇലക്ട്രോണുകളിൽ ഒന്ന് ഒരു ആറ്റത്തിൻ്റേതും മറ്റേത് രണ്ടാമത്തെ ആറ്റത്തിൻ്റേതും ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഒരു കാർബണിനെ കുറിച്ച് വളരെ അഗാധമായി പഠിക്കാൻ പോവുകയാണ്. കാർബൺ ഉണ്ടാക്കുന്ന ഇതൊരു കോമ്പൗണ്ടാണ്, കാർബൺ കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ്, ഈ കോമ്പൗണ്ടിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, METH+ANE, മീഥേൻ. മീഥേൻ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്, METHANE, മീഥേൻ. മീഥേൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മീഥേനാണ് ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഏറ്റവും ലഘുവായ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ല. ഇനി നമ്മളിപ്പോൾ ഇലക്ട്രോണൊക്കെ വെച്ചിട്ട് കുത്തൊക്കെ ഇട്ട് നമ്മൾ വരച്ചില്ലേ, ഇതേപോലെ നമുക്ക് 2 കാർബൺ ആറ്റം വന്നാൽ എങ്ങനെയാണ് വരയ്ക്കുക? ഒരു കാർബൺ ആറ്റം വന്നാൽ മീഥേൻ്റെ പടം ഞാൻ വരച്ച് കാണിച്ചില്ലേ, അതേപോലെ 2 കാർബൺ ആറ്റം വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ പടം വരയ്ക്കുക എന്ന് നോക്കാം. 1, 2 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? കറക്റ്റായിട്ട് പറയണം, ഒരു തെറ്റും കൂടാണ്ട് പറയണം. നിങ്ങൾ തന്നെ പറഞ്ഞോ, എനിക്കിവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും. ഒരു കാർബണിൽ 1, 2, 3, 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ കാർബണിലും എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 3, 4. ഈ വാലൻസ് ഇലക്ട്രോൺ കാണിച്ചത് വ്യക്തമായിട്ട് മക്കൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവരെല്ലാം സ്റ്റേബിൾ ആക്കണം. ഈ 2 കാർബൺ ആറ്റങ്ങളും സ്റ്റേബിൾ അല്ല. ഇവിടെ നമുക്ക് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഹൈഡ്രജനെ കൊണ്ടുവരാം. ഹൈഡ്രജൻ 1 ഇലക്ട്രോണായിട്ടാണ് വരുന്നത് അല്ലേ? ഇതാ കണ്ടോ? ഹൈഡ്രജൻ എന്താ ഇവിടെ 1 ഇലക്ട്രോണായിട്ടാണ് വരുന്നത് അല്ലേ? ഇതാ കണ്ടോ? അടുത്ത ഹൈഡ്രജൻ ഇവിടെ വരുന്നുണ്ടോ 1 ഇലക്ട്രോണായിട്ട്? കണ്ടോ? ഇവിടെ ഹൈഡ്രജൻ വന്നുണ്ടോ 1 ഇലക്ട്രോണായിട്ട്? ഓക്കെ. ഹൈഡ്രജൻ എന്താ ഇവിടെ വരുന്നു 1 ഇലക്ട്രോണുമായിട്ട്. ഹൈഡ്രജൻ ദാ ഇവിടെ വരുന്നു 1 ഇലക്ട്രോണുമായിട്ട്. കണ്ടോ? എല്ലാം കണ്ടോ? ഇതിൻ്റെ ചുറ്റും കണ്ടോ? ഇനി നമുക്ക് കാർബണിനെയും കൂടെ ഒന്ന് സ്റ്റേബിൾ ആക്കണ്ടേ? കാർബണിന് ഇപ്പോൾ 4 ഇലക്ട്രോണാണ് ചുറ്റുമുള്ളത്. കാർബണിൻ്റെ 4 ഇലക്ട്രോൺ ഉള്ള ഷെല്ല് ഇതേപോലെ അവൻ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഈ കാർബണിൽ 8 ഇലക്ട്രോൺ ആകുന്നതായിട്ട് കാണാം. നിങ്ങൾ നോക്കി, ഈ കാർബണിൻ്റെ ചുറ്റും വരച്ചിരിക്കുന്ന ഈ വളയം ഷെല്ലാണ്. അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 എണ്ണം ഇല്ലേ? 8 എണ്ണം ഉണ്ടോ? ഓക്കെ. അതേപോലെ നമുക്ക് ഇവിടെയും വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. അവിടെയും നമുക്ക് 8 ഇലക്ട്രോണിനെ കാണാൻ കഴിയും.
കണ്ടോ? ഇനി നമുക്ക് ഇതിനെ സ്ട്രക്ചർ ഈ ഇലക്ട്രോൺ ഒന്നും ഇല്ലാതെ വര കൊണ്ട് സൂചിപ്പിക്കാം. നമ്മൾ എങ്ങനെ തുടങ്ങിയത്? 2 കാർബൺ വരച്ചു. ഈ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു വര കൊടുക്കും. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഇവിടെ കാണുന്ന ഈ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ കാണുന്ന കാർബൺ ആറ്റത്തിൻ്റെ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട് ഇടത്തോട്ട്. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ താഴോട്ട് 2 ഇലക്ട്രോൺ ഉണ്ട്. അവിടെ എല്ലാം ഒരു വര കൊടുക്കും. ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. വലത് ഭാഗത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. താഴെയും 2 ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ? ഇതാണ് 2 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ. ഇത് ഇലക്ട്രോൺ ഡോട്ട് എന്ന് പറയും. ഇത് ഇലക്ട്രോൺ ഡോട്ട്. ഇതെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും. ഇനി 3 കാർബൺ ആറ്റം വന്നാലോ? നമുക്ക് ഇതേപോലെ വരയ്ക്കാം. 1 2 3 ഇലക്ട്രോൺ ഡോട്ട് എന്ന് വരച്ച് നോക്കിയേ. നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് വരയ്ക്കാം. കാർബണിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 4. മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺ 4. 1 2 3 4. 1 2 3 4. കണ്ടോ? കാർബണിലെ വാലൻസ് ഇലക്ട്രോണുകൾ ഇങ്ങനെ കാണിക്കണം. ഇനി കാർബണുമായിട്ട് ആരാ റിയാക്ട് ചെയ്യാൻ പറഞ്ഞത്? ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ. ഇവിടെയും ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ. നോക്കിക്കോണേ, കൃത്യമായിട്ട് നോക്കിക്കോണം കേട്ടോ. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ. കണ്ടോ? നിങ്ങളിപ്പോൾ നോക്കിയാൽ കണ്ടോ, ഇവിടെ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ കിട്ടി. എല്ലാ ഹൈഡ്രജനും 2 ഇലക്ട്രോൺ വെച്ച് കിട്ടും. എല്ലാ ഹൈഡ്രജനും 2 ഇലക്ട്രോൺ വെച്ചിട്ട് കിട്ടും. കണ്ടോ? ഓരോ കാർബണിനും 8 ഇലക്ട്രോൺ വെച്ചിട്ട് കിട്ടും. 8 ആയി. ഇതാ കണ്ടോ? 8 ആയി. ഇതാ കണ്ടോ? 8 ആയിട്ടുണ്ട്. അപ്പോൾ 8 എണ്ണം എങ്ങനെ കാണിക്കുക? 1 കാർബൺ, 1 2 3. കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ നോക്കിയേ. കണ്ടോ? 2 ഇലക്ട്രോൺ കണ്ടോ? ഒരു വര. ഈ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ കണ്ടോ? ഒരു വര. ഇനി മുകളിൽ ഒരു ഹൈഡ്രജൻ കണ്ടോ? ഇവിടെ മുകളിൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ നോക്കിയതാ. ഇവിടെ കാണുന്നുണ്ടോ? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെതാ ഈ പാർട്ടിൽ ഞാനൊന്ന് ലേതാകണ്ടോ? ഇവിടെ കണ്ടോ? ഇവിടെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു വര കൊടുക്കണം. ഇവിടെ കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലും ഒരു വര കൊടുക്കണം. ഞാൻ കൊടുക്കാൻ പോവുകയാണേ. ഓക്കെ കണ്ടോ? ഇവിടെ കണ്ടോ? ഇതിൻ്റെ ഈ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ താഴെ ഇവിടെ അവിടെയും നമ്മളൊരു വര കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ കണ്ടോ 2 ഇലക്ട്രോൺ. ഇവിടെ നമ്മളൊരു ഹൈഡ്രജൻ. അതിൻ്റെ താഴെ കണ്ടോ? അവിടെ ഒരു ഹൈഡ്രജൻ. അത് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ, വലതുവശത്തൊരു ഹൈഡ്രജൻ, താഴെ ഒരു ഹൈഡ്രജൻ. കണ്ടോ? അപ്പം 2 ഹൈഡ്രോ കാർബണുകൾ നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാർബണിൻ്റെ കൂടെയുള്ള, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഈ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനിൽ 1 2 3 ബോണ്ടുണ്ട്. 3 വരകളുണ്ട്. ഈ വരകളെ ബോണ്ട് എന്നാണ് പറയുക. ഈ ബോണ്ട് എല്ലാം മാറ്റണം. ബോണ്ട് ഇല്ലാതാക്കണം. ബോണ്ട് ഇല്ലാതെ ഈ കാർബണിന് 3 ഹൈഡ്രജനുമായിട്ടാണ് ബന്ധമുള്ളത്. ഈ കാർബണിന് ഈ ഹൈഡ്രജനായിട്ടൊന്നും ബന്ധമില്ല. ഈ ഫസ്റ്റ് കാണുന്ന ഈ കാർബൺ ആറ്റത്തിന് ഈ 3 ഹൈഡ്രജനായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതിന് ഞാൻ ഒരു കാർബണും 3 ഹൈഡ്രജനും ചേർത്ത് ഞാൻ CH3 എന്ന് എഴുതി. ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് ഈ 3 ഹൈഡ്രജനുമായിട്ട് മാത്രമാണ് ബന്ധമുള്ളത്. അതിനെയും ഞാൻ CH3 എന്ന് എഴുതി. ഈ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഒരു വര കൊടുത്തു. കണ്ടോ? ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് CH3. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ്റെ ബോണ്ടുകൾ കാണിക്കുന്നില്ല. കാർബണിൻ്റെയും ഇടയിലുള്ള ബോണ്ട് മാത്രമേ കാണിക്കൂ. ഇതിനെ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും. +1 വരുമ്പോൾ പഠിക്കും. ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ഇതാണ് അതിൻ്റെ വേര്. ഇതിൽ നിന്നാണ് ഇലക്ട്രോൺ ഡോട്ടിൽ നിന്നാണ് സ്ട്രക്ചർ വന്നത്. സ്ട്രക്ചറിൽ നിന്നാണ് കണ്ടൻസ്ഡ് വന്നത്. ഇനി ഒരു ബോണ്ടും കാണിക്കാതെ ഈ കോമ്പൗണ്ടിനകത്തുള്ള എല്ലാ എലമെൻറ്റിനെയും ചേർത്ത് എഴുതാം. 2 കാർബൺ 6 ഹൈഡ്രജൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇത് ഒരു കോമ്പൗണ്ടിൻ്റെ 4 സ്ട്രക്ചറുകളുടെയും പേരുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ പേരെന്താണ്? ഇതെന്താണ്? ഇലക്ട്രോൺ ഡോട്ട് ഫോർമുല. ഇതാണ് നമ്മുടെ ഹെഡിങ്. ഇതെന്താണ്? സ്ട്രക്ചറൽ ഫോർമുല. ഇതെന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല. ഇതെന്താണ്? മോളിക്കുലാർ ഫോർമുല. ഇതേപോലെ ഇതിലും നമ്മൾ വരയ്ക്കുമ്പോൾ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ എല്ലാം മാറ്റണം. അപ്പോൾ അത് കാണിക്കണ്ട. അപ്പോൾ CH3. ഇനി ഈ കാർബണിൻ്റെ കൂടെയുള്ള ഈ 2 ഹൈഡ്രജനിലെ ബോണ്ട് വേണ്ട.
CH2. ഈ മൂന്നാമത്തെ കാർബണിലെയും ഹൈഡ്രജൻ്റെ ബോണ്ട് വേണ്ട, CH3. കണ്ടോ? ഇനി ഈ രണ്ട് കോമ്പൗണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഫോർമുല എഴുതുമ്പോൾ CH3യിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര്, അവസാനിച്ചിരിക്കുന്നത് CH3യിലാണ്. കണ്ടോ? ഇവിടെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, CH3യിലാണ് ആ കോമ്പൗണ്ടിൻ്റെ പേര് തുടങ്ങിയിരിക്കുന്നത്, CH3യിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഏതൊരു ഹൈഡ്രോ കാർബണിൻ്റെ പടം വരച്ചാലും, ഏതൊരു ഹൈഡ്രോ കാർബണിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയാലും CH3യിലാണ് തുടങ്ങേണ്ടത്, എന്നിട്ട് അവസാനിപ്പിക്കേണ്ടതും CH3യിലാണ്. ഇടയിലൊക്കെ നമുക്ക് CH2 കൊടുക്കാം. എന്നിട്ട് കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള സിംഗിൾ ബോണ്ട് മാത്രം വരഞ്ഞു കാണിക്കാം. ഇത് 4 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള ബോണ്ട് കാണിച്ചിട്ടില്ല, കാർബണും തമ്മിലുള്ള ബോണ്ട് മാത്രം വെച്ചിട്ട് നമ്മൾ വരച്ചിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു 5 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ് എഴുതേണ്ടതെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് വരയ്ക്കാൻ അറിയാമല്ലോ, സിമ്പിളാണ്, നമ്മൾ നോക്കിയതാണ്. ഇനി 5 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ്, ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കണം. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യണം, നോ ആണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു 5 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? CH3, CH2, കണ്ടോ? CH2 ഇപ്പം 4 ആയി, നിർത്താൻ പോവുകയാണ്, 5ൽ നിർത്തും നമ്മൾ. CH3 കണ്ടോ? അപ്പം നമ്മളൊരു ട്രിക്ക് പഠിച്ചു. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര് തുടങ്ങുമ്പോൾ CH3യിൽ തുടങ്ങണം, അവസാനിക്കുമ്പോൾ CH3യിൽ അവസാനിക്കണം. ഇനി ഇതിൻ്റെ ഇടയിലെല്ലാം എന്ത് കൊടുക്കണം? CH2 എന്ന് കൊടുക്കണം. ഇങ്ങനെ നമുക്കൊരു കോമ്പൗണ്ട് എഴുതാൻ കഴിയും. നമ്മൾ ഇതുവരെ നോക്കിയ എല്ലാ കോമ്പൗണ്ടുകളുടെയും പ്രത്യേകത, കാർബണിനോടൊപ്പം എപ്പോഴും റിയാക്ട് ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്ന എലമെൻറ്റ് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി. ഹൈഡ്രജൻ വളരെ ചെറിയ എലമെൻ്റാണ്, വെയിറ്റ് കുറഞ്ഞ എലമെൻ്റാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാർബണിനോടൊപ്പം കാർബണിൻ്റെ വാലൻസി ഫില്ല് ചെയ്യാൻ എപ്പോഴും ആര് വരുന്നത്? ഹൈഡ്രജൻ വരുന്നത്. ഇങ്ങനെ കാർബണും ഹൈഡ്രജനും അടങ്ങുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, കോമ്പൗണ്ട്സ് ഹാവിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഒൺലി. കാർബൺ ഹൈഡ്രജനും അടങ്ങുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. ഹൈഡ്രോ കാർബൺ എന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. IUPAC എന്നാണ് ആ സംഘടനയുടെ പേര്. നമ്മൾ IUPAC എന്നും പറയാറുണ്ട്, IUPAC എന്നും പറയാറുണ്ട്. നമുക്ക് 2 പേരുകളിലും പറയാം. IUPAC എന്നോ IUPAC എന്നോ പറയാം. സ്കൂളുകളിൽ IUPAC എന്നാണ് പറയുക. CBSE ഉള്ള പിള്ളേർക്ക് IUPAC എന്നൊക്കെ പറയാറുണ്ട്. IUPACയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്താണ്. ലോകത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന രാജ്യമാണ്. അവിടെയാണ് അതിൻ്റെ തലസ്ഥാനം ബേൺ ആണ്. അവിടെയാണ് സൂറിച്ച്. 1913 ഹിസ്റ്ററി പഠിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1913 പ്രത്യേകത നമ്മുടെ 1919 ഏപ്രിൽ 13 പ്രത്യേകത, അതൊരു ജാലിയൻ വാലാബാഗ് നടന്ന സംഭവം അല്ലെ. ജാലിയൻ വാലാബാഗ് നടക്കുന്ന വർഷമാണ്. സൂറിച്ച് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു നഗരമാണ്. ആ നഗരത്തിൽ വെച്ചാണ്, ആ നഗരമാണ് IUPACയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ അവരാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് എങ്ങനെ പേര് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? വളരെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ നമുക്കൊരു ഹൈഡ്രോ കാർബണിൻ്റെ പേര് എഴുതാൻ അറിയാം. ഇനി എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? നമുക്ക് എല്ലാ പേരും, എത്ര കോമ്പൗണ്ട് നമ്മൾ എഴുതാൻ പോകുന്നത് നോക്കണം. ഒന്നാമത്, ഓക്കെ, ഞാൻ ആദ്യം IUPAC എഴുതാൻ എല്ലാ പരീക്ഷകളിലും IUPAC എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1, 2, 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാർബൺ. അപ്പോൾ ആ കാർബൺ ആദ്യം എഴുതണം. ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ അതിനോടൊപ്പം എത്ര ഹൈഡ്രജൻ വരും? 4 എണ്ണം, CH4.
ഒരു കാർബൺ ആണെങ്കിൽ IUPACയുടെ നിയമം അനുസരിച്ച് ഒരു കാർബൺ ആണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേര് മെത്ത് എന്ന് തുടങ്ങിയിരിക്കണം. പേര് മെത്ത്. 2 കാർബൺ ആറ്റം ഒരു കോമ്പൗണ്ടിലുണ്ട് എങ്കിൽ എത്ത്. 3 കാർബൺ ആറ്റം ഒരു കോമ്പൗണ്ടിലുണ്ട് എങ്കിൽ പ്രൊപ്പ്. 4 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ ബ്യൂട്ട്. 5 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ പെന്റ്. 6 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ ഹെക്സ്. 7 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ ഹെപ്റ്റ്. 8 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ ഒക്റ്റ്. 9 കാർബൺ ആറ്റം ഉണ്ട് എങ്കിൽ നണ്ണെന്നോ നോണെന്നോ പറയാം. 10 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഡെക്ക്. ഇങ്ങനെ 10 കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കി IUPAC നാമം കൊടുത്തിരിക്കണം എന്ന് നിയമമുണ്ട്. IUPAC കൊണ്ടുവന്ന നിയമമാണ്. ഇവിടെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ, അതുകൊണ്ട് മെത്ത്. ഈ കോമ്പൗണ്ടിന്റെ പേര്, ഈ കോമ്പൗണ്ടിൽ എല്ലാ സ്ഥലങ്ങളിലും സിംഗിൾ ബോണ്ടാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. മീതേൻ. ഏൻ എന്ന് പറയുന്ന സിംഗിൾ ബോണ്ട്, കോമ്പൗണ്ട് പേര് മീതേൻ. ഇനി രണ്ടാമതൊരു കോമ്പൗണ്ട് നമുക്ക് എഴുതാം. 2 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? CH3യിൽ തുടങ്ങും, 2 കാർബൺ ആറ്റം അല്ലേ, CH3യിൽ തുടങ്ങും, CH3യിൽ അവസാനിപ്പിക്കും. 2 കാർബൺ ആറ്റം ഉള്ളൂ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പേര് എഴുതുമ്പോൾ CH3യിൽ തുടങ്ങണമെന്നും CH3യിൽ അവസാനിപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ടിൽ 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് എത്ത്. കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. ഇവിടെ നമുക്ക് സിംഗിൾ ബോണ്ട് കാണാം. അപ്പോൾ ഏൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താ? ഈതേൻ. ഇനി 3 കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു കോമ്പൗണ്ട്, 3 കാർബൺ ആറ്റം എടുക്കാം. CH3. വീണ്ടും രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ. നിങ്ങൾ ശ്രദ്ധിച്ചോ, തുടങ്ങുന്നതും അവസാനിക്കുന്നതും CH3യിലാണ്. ഇടയിൽ നമ്മൾ CH2 കൊടുത്തു. ഇവന്റെ പേരെന്താണ്? പ്രൊപ്പേൻ. കണ്ടോ? ഇനി നാലാമത്തെ കോമ്പൗണ്ട് എടുക്കാം. 4 കാർബൺ, CH3യിൽ തുടങ്ങണം, CH2 ഓക്കെ, CH3യിൽ അവസാനിപ്പിക്കണം. തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും CH3യിൽ, ഇടയ്ക്ക് CH2 കൊടുത്തു. ഇവന്റെ പേരെന്താണ്? ബ്യൂട്ടേൻ. ഇനി 5 കാർബൺ ആറ്റം എടുക്കാം. CH3യിൽ തുടങ്ങുന്നു, CH2 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട്. കോമ്പൗണ്ട് പേരെന്താണ്? പെൻറ്റേൻ. കണ്ടോ? മീതേൻ, ഈതേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെൻറ്റേൻ. ഓരോ കോമ്പൗണ്ടുകളുടെ IUPAC നെയിമിങ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി. CH3യിൽ ഒരു കോമ്പൗണ്ടിന്റെ പേര് തുടങ്ങണം, CH3യിൽ അവസാനിപ്പിക്കണം. 2 കാർബൺ ആറ്റം ആണെങ്കിൽ. 3 ആണെങ്കിലോ CH3യിൽ തുടങ്ങുന്നു, രണ്ടാമത് CH2 എഴുതുന്നു, മൂന്നാമത് CH3 എഴുതുന്നു. അപ്പൊ ആദ്യം അവസാനവും CH3 വേണം, ഇടയിൽ CH2 എഴുതണം. അത്രയേ ഉള്ളൂ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണങ്ങൾ നോക്കിയാണ് പേര് കൊടുക്കേണ്ടത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കി പേര് കൊടുക്കണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ് ആ പേരിന്റെ ആദ്യം നമ്മൾ വരേണ്ടത്. ഓക്കെ, എൻ്റെ പേര് ഹാജ മുഹമ്മദ് എന്നാണ്. ഹാജ ആണ് മെയിൻ പേര്, ലാസ്റ്റ് നെയിം മുഹമ്മദ് എന്നാണ്. നിങ്ങളുടെ പേര് എന്തെങ്കിലും, നിങ്ങളുടെ പേര് ലക്ഷ്മി നായർ. ലക്ഷ്മി ആദ്യത്തെ പേര്, നായർ രണ്ടാമത്തെ പേരാണ്. അപ്പം ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് അല്ലേ? ഇനി നമുക്ക് അടുത്ത കുറച്ച് കോമ്പൗണ്ടുകൾ ഇതേപോലെ ഹെക്സേനും ഹെപ്റ്റേനും ഒക്കെ നമുക്ക് എഴുതാൻ അറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ കാര്യങ്ങൾ സാറ് വീണ്ടും പഠിപ്പിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോമ്പൗണ്ടുകളിൽ തന്നെ ചെറിയ വേരിയേഷനുകൾ, ബ്രാഞ്ചുകൾ വരാൻ പോവുകയാണ്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് CH3, ഞാൻ എഴുതുന്ന നോക്കിക്കോളൂ. CH3 3 കാർബൺ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഞാൻ 3 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതി. ഈ കോമ്പൗണ്ടിൽ നമുക്കറിയാം കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 വര ഉണ്ടാവണം. ഇവിടെ ഒരു വര ഉണ്ടാവും, ഈ വരയിൽ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു വര ഉണ്ടാവും, അവിടെ രണ്ടാമത്തെ ഹൈഡ്രജൻ, ഇവിടെ മൂന്നാമത്തെ ഹൈഡ്രജൻ. അങ്ങനെയാണ് CH3 വന്നത്. 4ാമത്തെ വര വലത്തോട്ടുണ്ടാവും, ആ വരയാണ് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പോൾ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 വരകൾ നിർബന്ധമായിട്ടുണ്ടാവണം. കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 വരകൾ നിർബന്ധമായിട്ടും ഉണ്ടാകണം. കാർബണിൻ്റെ ചുറ്റും 4 വരകൾ, ഇതേപോലെ 4 വരകൾ. കണ്ടോ? ഈ കാർബണിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നോക്കിയാൽ ഇതിൽ 3ഇടത്തും ഹൈഡ്രജനും, 4ാമത്തെ ഈ വരകളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. പകരം ഇതിനെ ചുരുക്കിയാണ് നമ്മൾ CH3 ആക്കിയത്. ഇവിടെ രണ്ടാമത്തെ കാർബൺ എടുത്താലും അതിലും ഇതേപോലെ 4 വരകൾ വേണം. അതിൽ 2 വരകളിൽ നോക്കൂ, 2 വരകളിൽ ഇവിടെ ഹൈഡ്രജനാണ്, ഇവിടെ ഹൈഡ്രജനാണ്. ഈ വരകൾ ഈ വര ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്.
ഈ വര ഇവിടെയുണ്ട്, കണ്ടോ? ഇനി ഇവിടെ ഉള്ളതിനും 4 വരകളുണ്ട്, അതിൽ 3 ഹൈഡ്രജനും 1 വര ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിലെ കാർബണിൻ്റെ ചുറ്റും എല്ലാ കാർബൺ ആറ്റങ്ങളും 4 എന്ന് പറയുന്ന വാലൻസി കൃത്യമായും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കോമ്പൗണ്ടിൻ്റെ പേര് പ്രൊപ്പേൻ എന്നാണ്. പ്രൊപ്പേൻ എന്നാണ്. 3 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പ്രൊപ്പേൻ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. നമുക്കിതല്ല വേണ്ടത്, ഇതൊക്കെ നമുക്ക് എഴുതാൻ അറിയാം. നമുക്കിതിനേക്കാൾ കുറച്ചുകൂടി ലെവലിലുള്ള വേറെ കോമ്പൗണ്ടുകൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മായ്ക്കുന്നു. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ ചുറ്റുമുള്ള വരകളുടെ എണ്ണം, ബോണ്ടുകളുടെ എണ്ണം 3 ആകും. 1, ഇത് 2, ഹൈഡ്രജൻ 2, ഇത് 3. അപ്പം ഒരു ഹൈഡ്രജൻ മാഞ്ഞു പോയത് കൊണ്ടാണ്, ഒരു ഹൈഡ്രജൻ മാച്ചപ്പോഴാണ് 4 എന്നുള്ളത് 3 ആയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു വര ഇവിടെ വരയ്ക്കണം. കണ്ടോ? ഇവിടെ വരച്ചിട്ട് അവിടെ ഒരു കാർബൺ എഴുതണം. ആ കാർബണിനും വാലൻസി എത്രയാണ്? 4 ആണ്. ആ 4-ൽ ഇനി ഒരു വര വന്നിട്ടുണ്ട്, ബാക്കി 3 സ്ഥലത്തും CH3. ഇപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് പരിശോധിച്ചാൽ ഇതിന് നേരത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ആളിനെ കിട്ടി. ഇതെങ്ങനെയാണ് എഴുതിയത് എന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. CH3 എഴുതി, CH2 എഴുതി, CH3 എഴുതി, 3 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എഴുതി. എന്നിട്ട് ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ നമ്മൾ മാച്ചു. എന്നിട്ട് ഇവിടെ ഒരു CH3 എഴുതി. ഓക്കെ, ഇതിൻ്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ചഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുക. ബ്രാഞ്ച് ഉള്ളത്. ബ്രാഞ്ചഡ് കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഈ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതിന് ബാക്കി ആവശ്യമില്ലാത്തെല്ലാം വായിക്കണം. ഓക്കെ, പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ആദ്യത്തെ പരിപാടി ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ലോങ് ചെയിൻ. രണ്ടാമത്തെ പരിപാടി ബ്രാഞ്ച് കണ്ടുപിടിക്കണം. ബ്രാഞ്ച്. മൂന്നാമത് കൃത്യമായി നമ്പർ ചെയ്യണം. നാലാമത് നെയിമിങ് ചെയ്യണം. ഇത്രയും ശ്രദ്ധിക്കണം. ഇതിൽ ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. 1, 2, നേരെ പോയാൽ 3, എന്നിട്ട് ഇവിടെ ഒന്ന് 4 എന്ന് കൗണ്ട് ചെയ്യരുത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എണ്ണാൻ കഴിയണം. 1, 2, 3. അവർ തമ്മിൽ ഈ കാർബണുമായിട്ടൊരു ബന്ധമുണ്ട്, ഈ കാർബണുമായിട്ടൊരു ബോണ്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ മൂന്നാമത്തെ കാർബണാറ്റത്തിന് 4ാമത്തെ കാർബണാറ്റമായിട്ട് ബോണ്ടില്ല. അപ്പോൾ നമുക്ക് 4 എന്ന് എണ്ണാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലോങ് ചെയിൻ നമ്മൾ എങ്ങനെ എണ്ണിയാലും പരമാവധി 3 കാർബണാറ്റം മാത്രമേ നമുക്ക് എണ്ണാൻ പറ്റുള്ളൂ. ഞാൻ അതിനൊരു ബോക്സിനകത്ത് വരയ്ക്കുകയാണേ. ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഇതിനെ നമുക്ക് എണ്ണാൻ കഴിഞ്ഞില്ല. എണ്ണാൻ കഴിയാത്തവനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുക. അപ്പം ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്നു, ബ്രാഞ്ചും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലോങ് ചെയിനും കണ്ടുപിടിച്ചു, ബ്രാഞ്ചും കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചാൽ പേര് കൊടുക്കുന്ന കാര്യത്തിൻ്റെ പകുതി ജോലി കഴിഞ്ഞു. ലോങ് ചെയിനും കണ്ടുപിടിച്ചു, ബ്രാഞ്ചും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലോങ് ചെയിനിനെ ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുക. ഇതേപോലെ നമ്പർ ചെയ്യുക. എന്നിട്ട് ഞാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുക. 1, 2, 3. അപ്പം ലോങ് ചെയിനിനെ ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യണം, വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്തിട്ട് ഈ ബ്രാഞ്ച് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കുക. ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്തപ്പോൾ 2-ലും, വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തപ്പോഴും 2-ലാണ്. IUPAC പറയുന്നത് നിങ്ങൾ 2 വശത്തും ലോങ് ചെയിനിൻ്റെ 2 ഭാഗത്ത് നിന്ന് നമ്പർ ചെയ്യണം. എന്നിട്ട് ബ്രാഞ്ചിൻ്റെ ലീസ്റ്റ് പൊസിഷൻ ഏതിൽ വരുന്നോ അത് കൃത്യമായി തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്താലും ബ്രാഞ്ച് വരുന്നത് 2ാമതാണ്. അതുകൊണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് കൗണ്ട് ചെയ്താലും 2 കൗണ്ടിങ്ങും ശരിയാണ്. ഇനി നമുക്ക് നമ്പറിങ് കഴിഞ്ഞു. നമ്പർ ഇതുവരെയും സക്സസ് ആണ്. ഇനി പേര് കൊടുക്കുന്ന പരിപാടിയാണ്. പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ബ്രാഞ്ചിന് ആദ്യം പേര് കൊടുക്കണം. ബ്രാഞ്ച് 2ാമത്തെ പൊസിഷനിലാണ്. ബ്രാഞ്ചിന് പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ആദ്യം എഴുതണം 2-ല്. ബ്രാഞ്ചിൻ്റെ പേര് മീത്തൈൽ. മെത്ത് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിൽ 1 കാർബണേ ഉള്ളൂ. ബ്രാഞ്ചിൽ 1 കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്. എന്നിട്ട് ഇത് ബ്രാഞ്ച് ആണെന്ന് അറിയിക്കാൻ YL. അപ്പം മീത്തൈൽ.
സ്പേസ് ഒന്നും കൊടുക്കണ്ട. അപ്പം ബ്രാഞ്ചിൻ്റെ പേരും ബ്രാഞ്ചിൻ്റെ പൊസിഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി ലോങ് ചെയിൻ എടുക്കുക. ലോങ് ചെയിനിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. 3 ആണെങ്കിൽ പ്രൊപ്പ്. ഈ 3 കാർബൺ ആറ്റം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട് സിംഗിൾ ബോണ്ടാണ് ഏൻ. അപ്പോൾ കോമ്പൗണ്ട് പേര് 2-methyl propane. കോമ്പൗണ്ട് പേര് ഒന്നുകൂടി 2-methyl propane. കോമ്പൗണ്ട് പേര് ഒന്നുകൂടി 2-methyl propane. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് നമുക്ക് ഇതേപോലെ ബ്രാഞ്ച് ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു 4 കാർബൺ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് എഴുതാം. CH3 നോക്കൂ, CH2 4 കാർബൺ ആറ്റം എഴുതുമ്പോഴത്തേക്കും ആദ്യവും അവസാനവും CH3 വരും, ഇടയ്ക്ക് CH2 വരും. ഇപ്പം ഈ അവസ്ഥയിൽ നമുക്ക് ഇതിനകത്ത് ബ്രാഞ്ച് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാണ്. ഇവിടെ ഒരു CH3 എഴുതുകയാണേ. ഇവിടെയും ഒരു CH3 വേണ്ട. ആദ്യം ഇത് പഠിച്ചിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ CH3 എഴുതപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടോ, ഇവിടുത്തെ വാലൻസി, കാർബണിൻ്റെ വാലൻസി 2 ഹൈഡ്രജൻ, 3, 4, 5. കാർബണിന് 5 വാലൻസി, അത് പറ്റൂല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാച്ചു. ഇപ്പോൾ ഈ കോമ്പൗണ്ട് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം. നമ്മുടെ പ്രൊസീജിയർ അറിയാലോ. ആദ്യത്തെ പരിപാടി എന്താണ്? ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം. 1, 2, 3 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കാർബൺ ആറ്റം കിട്ടുള്ളൂ. ഇങ്ങനെ കൗണ്ട് ചെയ്താൽ ലോങ് ചെയിനിൽ. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്യാം 1, 2, 3, 4. ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 4 കിട്ടും. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്യാം 1, 2, 3, 4, 1, 2, 3. എല്ലാ എൻഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൗണ്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ ലോങ് ചെയിനായി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലോങ് ചെയിൻ ഇതാവും. ഇത് ലോങ് ചെയിൻ അല്ലേ? 4 കാർബൺ ആറ്റം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടൂലേ? 1, 2, 3, 4 ലോങ് ചെയിനിൽ കണ്ടിന്യൂസ് ആയി എന്ന് വെച്ചാൽ ഈ കാർബണിന് ഈ കാർബണായിട്ട് ബന്ധമുണ്ട്. വരണ്ടോ? ഈ കാർബണിന് ഈ കാർബണായിട്ട് ബന്ധമുണ്ട്. ഈ കാർബണിന് ഈ കാർബണായിട്ട് ബന്ധമുണ്ട്. ഈ കാർബണിന് ഇതുമായിട്ട് ബന്ധമില്ല. ബന്ധമില്ലാത്തവനെ നമ്മൾ മാർക്ക് ചെയ്തു, അവനാണ് ബ്രാഞ്ച്. അപ്പം ലോങ് ചെയിനും ബ്രാഞ്ചും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തെന്താണ്? നമ്പർ ചെയ്യണം അല്ലേ? നമ്പറിങ്. ഓക്കെ, നമ്പർ ചെയ്യുമ്പോൾ ലോങ് ചെയിനിൻ്റെ ഇടത്ത് നിന്ന് 1, 2, 3, 4. ഇനി വലത്ത് നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യണം. ഞാനിപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്പർ ചെയ്തിരിക്കണേ. ഈ ഡയറക്ഷനിലാണ് നമ്പർ ചെയ്തിരിക്കണേ. ഇങ്ങനെ നമ്പർ ചെയ്തപ്പോൾ ബ്രാഞ്ച് വരുന്നത് 2-ലാണ്. വലത്ത് നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യുന്നതെങ്കിൽ 1, 2, 3 വരും. അപ്പോൾ അത് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വലിയ പൊസിഷൻ വരും. അവിടെ നോക്കിയോളൂ, ഞാൻ വേറൊരു കളറിലിട്ടിട്ട് ഞാൻ നമ്പർ ചെയ്ത് 1, 2, 3, 4. ഈ നമ്പറിങ് നമ്മൾ എടുക്കൂല. എന്തുകൊണ്ടാ? IUPAC പറഞ്ഞു ലോങ് ചെയിൻ നമ്പർ ചെയ്യുമ്പോൾ വലിയ പൊസിഷൻ ബ്രാഞ്ചിന് വന്നാൽ എടുക്കരുത്. അപ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ 2 ബ്രാഞ്ചിൻ്റെ പൊസിഷൻ, അതെടുത്താൽ മതി. അതുകൊണ്ട് മറ്റേ കൗണ്ടിങ്, ഈ കൗണ്ടിങ് വേണ്ട. സോ ദിസ് റോങ്. എന്നിട്ട് നമ്മൾ ഇനി അപ്പം നമ്പറിങ് 2 നമ്പറിങ്ങും നമ്മൾ നോക്കിയിട്ട് ഒരു നമ്പറിങ് ശരിയാക്കി എടുത്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചിന്, ഇനി അടുത്താണ് നമ്മൾ നെയിമിങ് കൊടുക്കാൻ പോകുന്നത്. അടുത്തത്, അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്നത്, അപ്പോൾ അടുത്ത നമ്പർ നമ്പറിങ് കഴിഞ്ഞു. നമ്പറിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇടത്തുനിന്ന് വലത്തോട്ടുള്ള നമ്പറിങ് ആണ് കറക്റ്റ്. അപ്പോൾ ഇനി ബ്രാഞ്ചിൻ്റെ പേര്, അടുത്ത പേര് കൊടുക്കലാണ് അല്ലേ? നെയിമിങ് എന്ന് പറയാം. നെയിമിങ് സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മൾ ചെയ്യണേ. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ പാട്ടില്ല, ഡാൻസ് ഇല്ല, കണ്ടന്റ് മാത്രം പഠിപ്പിക്കുന്നു അല്ലേ? ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ട് പാടാനും അറിയാം. നമ്മൾ അങ്ങോട്ട് ക്ലാസ് പോകുമ്പോൾ പാട്ട് പാടും. പക്ഷേ ക്ലാസ് തന്നെ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ വളരെ ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എവിടെയാണ്? 2. ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? മീത്തൈൽ. കണ്ടോ, മീത്തൈൽ. എന്താ മീത്തൈൽ എന്നിങ്ങനെ പേര് വന്നേ? ഒരു ബ്രാഞ്ചിൽ 1 കാർബണേ ഉള്ളൂ. YL എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ആയത് അറിയിക്കാനാണ്. ഇനി ലോങ് ചെയിനിലോ 4 കാർബൺ, 4 ആണെങ്കിലോ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആണെങ്കിലോ ഏൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താ? 2-methyl butane. കണ്ടോ, എന്തെളുപ്പമാണ് ഒരു കോമ്പൗണ്ട് പേര് കൊടുക്കാൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് അടുത്ത കോമ്പൗണ്ട് പേര് കൊടുക്കാം. ഇതാ നോക്കിയേ, CH3, CH2, CH2, CH3. നോക്കിക്കോളൂ, ഇവിടെ ഒരു CH3 ഞാൻ എഴുതി.
ഞാൻ ഇവിടെ CH3 എഴുതാൻ പോണ് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഹൈഡ്രജൻ കുറച്ചിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കണ്ടോ CH3, ഇതിൽ 4 കാർബണിൻ്റെ 4 വരകളിൽ 3 ഹൈഡ്രജൻ, 4ാമത്തത് ഇത്. ഇവിടെയും 4 കൈകളിൽ 2, 3, 4. ഇവിടെയും 1, 2, 3, 4. ഇവിടെ 3, 1, 4. ഇവിടെ 2, 3, 4. ഇവിടെ 3, 4. എല്ലാം സെറ്റാണ്. ഇതിൻ്റെ പേര് കൊടുക്കാം. ഇതിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം. നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ലോങ് ചെയിൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് ലോങ് ചെയിൻ. അപ്പോൾ ലോങ് ചെയിനിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3, 3, 4, 5 5 കാർബൺ ആറ്റം ഉണ്ട്. ഇനി തിരിച്ച് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോഴും 1, 2, 3, 4, 5 ബ്രാഞ്ച് ഇരിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ട് എണ്ണിയാലും വലത്തു നിന്ന് ഇടത്തോട്ട് എണ്ണിയാലും 3ാമത്തെ പൊസിഷനിലാണ്. 3 എന്ന് പേര് കൊടുക്കുക. ഇത് മീത്തൈലാണ് അല്ലേ, ഒരു കാർബണേ ഉള്ളൂ. മെത്ത്, YL, മീത്തൈൽ. 5 കാർബണാറ്റം ഉണ്ട്. പെൻറ്റ് സിംഗിൾ ബോണ്ടാണ് ഏൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താ? 3-methyl pentane. 3-methyl pentane. ക്ലിയർ ആണോ? നന്നായിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു കോമ്പൗണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചേ. CH3 നോക്കിക്കോണേ. CH2 ഇതാ നോക്കൂ. CH ദാ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതിനകത്ത് പേര് കൊടുക്കുമ്പോൾ ഞാൻ എന്താ പേര് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലോങ് ചെയിൻ ആദ്യം സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താൽ 3 കിട്ടുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ 3 കിട്ടുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ 4 കിട്ടും. ഇങ്ങനെ നോക്കിയാൽ 5 കിട്ടും. ഇതാണ് ലോങ് ചെയിൻ. ഇതാണ് ലോങ് ചെയിൻ. ഈ ലോങ് ചെയിനിൽ ഇടത്തു നിന്ന് ഞാൻ നമ്പർ ചെയ്യാണ്. 1, 2, 3, 4, 5. ഇടത്തു നിന്ന് നമ്പർ ചെയ്തപ്പോൾ ബ്രാഞ്ചുകൾ വരുന്നത് ഇത് 2 ബ്രാഞ്ചാണ്. ഇത് 2 നമുക്ക് കൂട്ടാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് എണ്ണാൻ പറ്റാത്തതാണ് ബ്രാഞ്ച്. അപ്പോൾ 1 to 5 3ാമത്തതിലൊരു ബ്രാഞ്ച് ഉണ്ട്. 4ാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. കൂട്ടുമ്പോൾ 7 കിട്ടും. ഇനി നമുക്ക് ഇടത്തു നിന്ന് വലത്തോട്ട് എണ്ണി നോക്കാം. വലത്തു നിന്ന് ഇടത്തോട്ട് എണ്ണി നോക്കാം. 1, 2, 3, 3, 4, 5. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 2ലും 3ലും ബ്രാഞ്ച് ഉണ്ട്. 5. അപ്പോൾ നമുക്ക് അറിയാം ഒരു കൗണ്ടിങ്ങേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? IUPAC പറഞ്ഞിട്ടുണ്ട് ബ്രാഞ്ചുകളുടെ ലീസ്റ്റ് പൊസിഷൻ എടുക്കണം എന്ന്. ബ്രാഞ്ചുകളുടെ ലീസ്റ്റ് പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത കൗണ്ടിങ്ങിൽ മുകളിലോട്ട്, അതായത് ഇടത്തു നിന്ന് വലത്തോട്ടുള്ള ഈ കൗണ്ടിങ് തെറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൗണ്ടിങ് ആണ് ശരി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ കൗണ്ടിങ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ബ്രാഞ്ചുകൾ രണ്ടുപേരും നോക്കി, 2 ഒരേപോലത്തെ ബ്രാഞ്ചാണ്. ഇവിടെ ഇരിക്കുന്ന ബ്രാഞ്ചിൻ്റെ പേര് മീതയിലാണ്, ഇത് മീതയിലാണ്. അപ്പോൾ 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 പേരുടെയും പൊസിഷൻ ആദ്യം പറയണം. 2, 3. 2 ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ച് ഉണ്ട്. രണ്ടും ഒരുപോലത്തെ ബ്രാഞ്ചാണ്. ശ്രദ്ധിക്കണം. 2 ബ്രാഞ്ച് ഉണ്ട്. രണ്ടും ഒരുപോലത്തെ ബ്രാഞ്ച് ആണെങ്കിൽ 2, 3. രണ്ടും ഒരുപോലത്തെ ആൾക്കാരാണെങ്കിൽ ഡൈ. 2 പേരും ഒരുപോലെ ആണെങ്കിൽ ഡൈ. ഇനി ഒരാളുടെ പേര് മീത്തൈൽ. അപ്പം ഇവരെ 2 പേരെയും ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? ഡൈമീത്തൈൽ. ശ്രദ്ധിക്കണം. 2 പൊസിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഡൈ വരണം. ഡൈമീത്തൈൽ. ഇനി ലോങ് ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. 5 ആണെങ്കിൽ പെൻറ്റ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താ? 2, 3 ഡൈമീഥൈൽ പെൻറ്റേൻ. 2, 3 ഡൈമീഥൈൽ പെൻറ്റേൻ. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം എങ്ങനെയാണെന്ന് നോക്കാം. CH3 നോക്കൂ. ഇവിടെ ഒരു CH3 ഇരുന്നോട്ടെ. ഇവിടെ ഒരു CH3 ഇരുന്നോട്ടെ. ഇവിടെ ഒരു CH3 ഇരുന്നോട്ടെ. കണ്ടോ? ഈ കോമ്പൗണ്ട് പേര് നോക്കാം. ലോങ് ചെയിൻ. ഇവിടെ നിന്ന് എങ്ങനെ കൗണ്ട് ചെയ്താലും ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. ഇവിടെ നിന്ന് എങ്ങനെ കൗണ്ട് ചെയ്താലും നമുക്ക് 3 കാർബൺ ആറ്റം കിട്ടുള്ളൂ. ഇതിനെ കൗണ്ട് ചെയ്യാൻ പറ്റൂല, ഇതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും കൗണ്ട് ചെയ്യാൻ പറ്റൂല. ലോങ് ചെയിനിൽ 1, 2, 3 3 കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3 3 കാർബൺ ആറ്റം ഉണ്ട്. 2ലാണ് ബ്രാഞ്ച്. 2ൽ 2 ബ്രാഞ്ച് ഉണ്ട്. 2, 2 ഒരു ഹൈഫൺ ഇട്ടു. ഡൈമീഥൈൽ. ഇത് മീഥൈലാണ്, ഇത് മീഥൈലാണ്. 2 പൊസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡൈ വേണം. ഡൈമീഥൈൽ. ഇത് ലോങ് ചെയിനകത്ത് 3 കാർബൺ ആറ്റം ഉണ്ട്. പ്രൊപ്പേൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താണ്? 2, 2 ഡൈമീഥൈൽ പ്രൊപ്പേൻ. 2, 2 ഡൈമീഥൈൽ പ്രൊപ്പേൻ. ഒരു കോമ്പൗണ്ട് ഇവിടെ നോക്കാം. CH3 നോക്കിക്കോളൂ. CH
ഇവിടെ ഒരു CH3, ഓക്കെ, വൺ മോർ CH, ഇവിടെ ഒരു CH3, ഓക്കെ, ഇവിടെ CH2, ഓക്കെ, CH2, ഓക്കെ, CH3. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ലോങ് ചെയിൻ സെലക്ഷൻ. കുറച്ചുകൂടെ നമ്മൾ സ്പീഡായില്ലേ? സ്പീഡാകും. നോക്കൂ, ലോങ് ചെയിനിൽ ഇയാളും വരുന്നില്ല, ഇയാളും വരുന്നില്ല. ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഈ തിരിച്ച് നമ്മൾ നമ്പർ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് വരുന്നത് 2ലും അതേപോലെ 3ലുമാണ്. 2 3 കൂടെ കൂട്ടിയാൽ 5. തിരിച്ചാണ് നമ്മൾ നമ്പർ ചെയ്യുന്നതെങ്കിൽ 4ലും 5ലും വരും. 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. അപ്പം ഇത് എടുക്കൂല, ഇതേ എടുക്കുള്ളൂ. ഈ കൗണ്ടിങ് ആണ് കറക്റ്റ്. ഇനി നമുക്ക് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ പറയണം. 2ലും 3ലും ബ്രാഞ്ച് ഉണ്ട്. 2,3 ഡൈമീഥൈൽ. എത്ര കാർബണേറ്റ് ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? 6 ആണെങ്കിൽ ഹെക്സേൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താണ്? 2,3 ഡൈമീഥൈൽ ഹെക്സേൻ. 2,3 ഡൈമീഥൈൽ ഹെക്സേൻ. എൻ്റെ പൊന്നുമക്കളെ, അടുത്ത ചോദ്യം നോക്കാം. CH3 നോക്കൂ, CH2 നോക്കൂ, CH, ഓക്കെ, ഓക്കെ. അടുത്തത് ഇവിടെ നിന്ന് CH2, CH3, ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു പാത വരയ്ക്കുന്നു. CH2, CH3. ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ കുറച്ചു. ഓക്കെ. ഇനി നിങ്ങൾ പറയണം ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്. ഇതിനകത്ത് ഇതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ടെങ്കിലും വേണ്ട, ഒരു ചെറിയ വ്യത്യാസം കൂടെ ഞാൻ വരുത്തുകയാണേ. ഒരു ചെറിയ വ്യത്യാസം കൂടെ വരുത്തുന്നു. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം കൂടെ വരുത്തിയിട്ട് ഞാൻ എഴുതുന്നു. ഇങ്ങനെ എഴുതി. ഓക്കെ. ഈ കോമ്പൗണ്ടിൻ്റെ പേര് മക്കളെ, ഇതിനകത്ത് ലോങ് ചെയിൻ ഏതാണ്? നിങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 കിട്ടും. നിങ്ങൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുന്നു 1 2 3 4 5 6. എടാ, ലോങ് ചെയിൻ ഇതാണ്, കണ്ടോ? ഇതാണ് ലോങ് ചെയിൻ, ഇതാണ് ലോങ് ചെയിൻ, ഇതാണ് ലോങ് ചെയിൻ, കണ്ടോ? ഇതാണ് ബ്രാഞ്ച്. ഇത്രയും ബ്രാഞ്ചാണ്. അപ്പോൾ ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ നേരെ ഇരിക്കുമെന്ന് അർത്ഥമില്ല. ലോങ് ചെയിൻ ഇങ്ങനെയും വരാം, ലോങ് ചെയിൻ ഇങ്ങനെയും വരാം. ഇനി ഈ ലോങ് ചെയിനിൽ നമ്പർ ചെയ്യാൻ പോവാണേ. ഇതാണ് ബ്രാഞ്ച്. എവനാണ് ബ്രാഞ്ച്? ബ്രാഞ്ചിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2 എണ്ണം ഉണ്ട്, കണ്ടോ? നേരത്തേക്ക് ബ്രാഞ്ചിനകത്ത് 1 കാർബൺ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബ്രാഞ്ചിനകത്ത് 2 കാർബൺ ഉണ്ട്. ഇനി നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3ലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4. അപ്പോൾ നമ്മൾ നമ്പറിങ് ഇതായിരിക്കണം, 1 2 3, കണ്ടോ? ഇതാണ് കറക്റ്റ് നമ്പറിങ്. 4 5 6. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 3ലാണ് പറഞ്ഞത്. 3ലാണ് ബ്രാഞ്ച് ഉള്ളത്. 3ലാണ് ബ്രാഞ്ച് ഉള്ളതെങ്കിൽ 3 ഇട്ടിട്ടൊരു ഹൈഫൺ. ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 2. അപ്പോൾ ഈതൈൽ, ETHYL, ഈതൈൽ. ലോങ് ചെയിനകത്ത് എത്ര കാർബൺ ആയിട്ടുണ്ട്? 6, ഹെക്സേൻ. അപ്പോൾ കോമ്പൗണ്ട് പേരെന്താണ്? 3-ethyl ഹെക്സേൻ. കോമ്പൗണ്ട് പേരൊന്നുകൂടെ പറഞ്ഞേ, 3-ethyl ഹെക്സേൻ. കോമ്പൗണ്ട് പേരൊന്നുകൂടെ പറഞ്ഞേ, 3-ethyl ഹെക്സേൻ. ഇതാണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഒരെണ്ണം കൂടെ നോക്കിക്കോ. CH3, ഓക്കെ, CH2, ഓക്കെ, CH2, ഓക്കെ, CH2, ഓക്കെ, CH3. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഞാനൊരു CH2, ഓക്കെ, ഇവിടെ ഒരു CH3 ഇട്ടു. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ കോമ്പൗണ്ടിൻ്റെ പേര് ചോദിക്കുകയാണ്. ഈ കോമ്പൗണ്ട് പേര് ചോദിക്കുമ്പോൾ ആദ്യം ലോങ് ചെയിൻ നോക്കണം. ഇങ്ങനെ നോക്കിയാൽ 5, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ 5. അപ്പോൾ നമുക്ക് ഇത് ലോങ് ചെയിനായിട്ട് എടുക്കാം അല്ലേ? ഇത് ലോങ് ചെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 2 3 തേർഡ് പൊസിഷനിലാണ് എന്തുള്ളത്? ബ്രാഞ്ച് ഉള്ളത്. ഇത് ബ്രാഞ്ചാണ് അല്ലേ? ബ്രാഞ്ച് ഉള്ളത്. തിരിച്ച് കൗണ്ട് ചെയ്താലും 1 2 3, എങ്ങനെ കൗണ്ട് ചെയ്താലും തേർഡിലാണ് ബ്രാഞ്ച് ഉള്ളത്. 3 എഴുതുന്നു, ഒരു വര കൊടുക്കുന്നു. ബ്രാഞ്ചിനകത്ത് 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ETHYL, ഈതൈൽ. 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെൻറ്റേൻ. കോമ്പൗണ്ട് പേരെന്താണ്? 3-ethyl പെൻറ്റേൻ. കോമ്പൗണ്ട് പേരെന്താണ്? 3-ethyl പെൻറ്റേൻ. ഇനി സാറ് ഒരു കോമ്പൗണ്ട് കൂടി ഞാൻ വരച്ച് കാണിക്കുന്നു, ശ്രദ്ധിക്കുക. CH3, ഓക്കെ, CH2, ഓക്കെ, CH, ഇവിടെ നിന്ന് ഇങ്ങോട്ട് CH2, ഓക്കെ, CH3 കൊടുക്കാം അല്ലേ? CH3, ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് CH2, ഓക്കെ, ഇവിടെ CH,
ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഈ കോമ്പൗണ്ട് പേര്. ഇതും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ലോങ് ചെയിൻ ഏതായിരിക്കും? 1 2 3 4 5 6 7. ഇവിടെ നമുക്ക് 1 2 3 4 5 6 കിട്ടുള്ളൂ. ഇതാണ് ലോങ് ചെയിൻ, ഇതാണ് ലോങ് ചെയിൻ, ഇതാണ് ലോങ് ചെയിൻ അല്ലേ? ഈ ലോങ് ചെയിനിൽ ഇത് ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിൽ 2 കാർബൺ ആറ്റം ഉണ്ട്, ഈഥൈൽ. ഈ ഇതിനകത്ത് ഒരു ബ്രാഞ്ചേ ഉള്ളൂ, മീഥൈൽ. നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് E കഴിഞ്ഞിട്ടാണ് M എന്ന് പറയുന്ന അക്ഷരം മീഥൈലിലെ M വരിക. അപ്പോൾ Eയുടെ ലീസ്റ്റ് എടുക്കണം. എവിടെ നിന്ന് കൗണ്ട് ചെയ്താലാണോ ഈഥൈലിന് ചെറിയ പൊസിഷൻ വരുന്നത്, ഈ ലോങ് ചെയിനിൻ്റെ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്താൽ 1 2 3 4, ഞാൻ കൗണ്ട് ചെയ്യുകയാണേ, ഞാൻ കൗണ്ട് ചെയ്യുന്നു, ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു കോമ്പൗണ്ട് 1 2 3 4, 4ലാണ് ഈഥൈൽ, 5 6 7, 6ലാണ് മീഥൈൽ. ഇനി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 മീഥൈലും 4 ഈഥൈലും വരും. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പോലെ കൂട്ടൂലേ, പൊസിഷൻ കൂട്ടില്ലേ, ആ പരിപാടി ഇവിടെ ഇല്ല. കാരണം 2 ടൈപ്പ് ബ്രാഞ്ചാണ്, ഇവിടെ ഈഥൈലും ഇവിടെ മീഥൈലുമാണ്. അങ്ങനെ വരുന്ന കേസുകളിൽ ഈഥൈലിൻ്റെ ലീസ്റ്റ് പൊസിഷനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. IUPAC പറയുന്നു ഈഥൈലും മീഥൈലും ബ്രാഞ്ചായി വന്നാൽ ഈഥൈലിൻ്റെ ലീസ്റ്റ് കിട്ടുന്ന രീതിയിലേ കൗണ്ട് ചെയ്യാവൂ. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യാവൂ. അപ്പോൾ 4 പറഞ്ഞേ ഈഥൈൽ, 4 ഈഥൈൽ. എവിടെയാണ് മീഥൈൽ ഉള്ളത്? 3ലാണ്. 3 മീഥൈൽ. ഓക്കെ, സ്മോൾ ലെറ്റർ ആണ് മീഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7. ഹെപ്റ്റേൻ. ഓക്കെ, ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, അല്ല ഏൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. അപ്പം ഇതുവരെ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കോമ്പൗണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ കോമ്പൗണ്ടിൻ്റെയും ഓർഗാനിക് IUPAC നെയിം കൊടുക്കാനായിട്ടുള്ള സംവിധാനം നിങ്ങൾക്കറിയാം. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് എന്ന് നിങ്ങൾക്ക് ഇത് തോന്നിയാൽ മാത്രം നിങ്ങളുടെ 5 ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, അവർക്ക് ഉപകാരപ്പെടട്ടെ. അങ്ങനെ നമ്മുടെ ചാനലും വളർന്നു വരട്ടെ. ഒരു ചോദ്യപേപ്പറുകളും ചോർന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാതെ വളരെ സിസ്റ്റമാറ്റിക്കായി യഥാർത്ഥ അധ്യാപകരിൽ നിന്നും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ഷെയറിങ്ങും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം വേണം ഇതിനകത്ത്. ഇനി ഞാൻ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഹാജാസ് ട്യൂഷൻസിൻ്റെ പേഴ്സണൽ ക്ലാസ് ഉണ്ട്. മാത്സിൻ്റെയും അതേപോലെ തന്നെ സയൻസിൻ്റെയും ക്ലാസ് ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷനുകളും വാങ്ങുന്നത് പോലെ 5000 10,000 ഒന്നുമല്ല. നിങ്ങൾക്ക് 4 വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൻ്റെ ഫുൾ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് 500 പ്ലസ് GST. GST എന്ന് പറയുമ്പോൾ 90 രൂപയായിരിക്കും. ഇത്രയും രൂപ നിങ്ങൾക്ക് ചിലവാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക, 9995027074. ഈ നമ്പറിൽ മെസ്സേജ് ഇടുക. ഈ നമ്പറിൽ വേണ്ട, ഞാൻ വേറൊരു നമ്പർ തരാം, 70 120. ഈ നമ്പർ വേണ്ട കേട്ടോ, 24 711. ഈ നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേണ്ട, ഈ നമ്പർ എന്തായാലും വേണ്ട, ഈ നമ്പറിൽ മെസ്സേജ് ഇടുക, 70 120 24 711. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വേണം, ഇത് തന്നെയാണ്, ഇതുപോലത്തെ ക്ലാസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടെ ജോയിൻ ചെയ്യാം. ഫുൾ A+ വാങ്ങും. അടുത്ത വർഷം +1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഇതെല്ലാം നമ്മൾ എടുക്കും. അപ്പോൾ ചെറിയ ഫീസിൽ നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.